നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷ്നി, ഡയറക്ടർ ആയൂർ പരബ്രഹ്മ ഹോസ്പിറ്റൽ, ഓച്ചിറ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഉലുവയെക്കുറിച്ചാണ്. അതായത് ഉലുവ നമ്മൾ ആഹാര രൂപേണ നിത്യേന ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതിനോടൊപ്പം പലരും ഉലുവയെ ഒരു ഔഷധ രൂപേണ ഉപയോഗിക്കുന്നവരുണ്ട്, ഒറ്റമൂലി പോലെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ കോസ്മെറ്റിക് ഉപയോഗങ്ങൾക്ക് പോലും ഉലുവയിട്ട് എണ്ണ കാച്ചി തലയിൽ തേക്കുക, അല്ലെങ്കിൽ തലയിൽ അരച്ച് തേക്കുക, ഇങ്ങനെ പല പ്രയോഗങ്ങൾ ഉലുവയുടെ നമ്മൾ നിത്യേന ഉലുവ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതിന് കൃത്യമായി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എത്ര അളവ് വരെ ഉപയോഗിക്കാം എന്നതിലൊരു സംശയം പലർക്കും ഉണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു കോസ്മെറ്റിക്കായിട്ട് ഉലുവയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയാം. ഉലുവ അരച്ച് തലയിൽ തേക്കുന്നത് താരന് നല്ലതാണ്, അല്ലെങ്കിൽ പെയിൻ പോകാൻ നല്ലതാണ് എന്നൊക്കെ ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ മുടി വളരാൻ നല്ലതാണ് എന്നൊക്കെ ഒരു ധാരണയുണ്ട്. ഇതിൽ ഈ ഉലുവയ്ക്ക് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ഒന്നും ഉലുവയിൽ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഉലുവയിൽ ആൻറ്റി ഫംഗൽ, അതായത് ഫംഗസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളൊരു സാപ്പുണിൻ ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ താരൻ, പ്രത്യേകിച്ച് ഫംഗൽ കാരണം കൊണ്ട്, ഫംഗസ് കൊണ്ടുണ്ടാവുന്ന തലയിലുണ്ടാവുന്ന ചൊറിച്ചിൽ, താരൻ പോലെയുള്ള കാര്യങ്ങൾ, ഡാൻഡ്രഫിന് ഈ ഫംഗൽ ബാധ മാത്രമല്ല, വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഡാൻഡ്രഫ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അല്ലാതെ ഈ ഫംഗൽ ബാധ മൂലം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലിനൊക്കെയാണ് ഈ ഉലുവ അരച്ച് തേക്കുമ്പോൾ ഗുണം കിട്ടുക. കാരണം ആ ഫംഗസ് പോകുന്നതോട് അത് മൂലമുള്ള മുടി കൊഴിച്ചിൽ കുറയുകയും സ്വാഭാവികമായ മുടി വളർച്ച ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് ഉലുവ വളരെ തീക്ഷ്ണമായ അല്ലെങ്കിൽ വളരെ ഉഷ്ണവീര്യമുള്ള ഒരു ദ്രവ്യമാണ്. അപ്പോൾ നമ്മൾ തലയിൽ, പ്രത്യേകിച്ച് ത്രിമർമ്മങ്ങളിലെ ഏറ്റവും പ്രാധാന്യമായൊരു മർമ്മസ്ഥാനം കൂടെയാണ് ശിരസ്. അപ്പോൾ നമ്മൾ ശിരസിൽ, അല്ലെങ്കിൽ ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ കഫസ്ഥാനമാണ്. അപ്പോൾ ഈ ശിരസിൽ നമ്മൾ ഇത്രയും ഉഷ്ണമായ അല്ലെങ്കിൽ വളരെ തീക്ഷ്ണ വീര്യമുള്ള ഒരു ദ്രവ്യം അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ അരച്ച് തേക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിനകത്ത് നമ്മൾ ഈ തലനീരിറങ്ങാതിരിക്കാനൊക്കെ ആയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് വളരെയധികം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉലുവ അരച്ച് തേക്കുന്നതൊന്നും ഒരിക്കലും നമ്മുടെ കണ്ണിന് നേത്രിയമല്ല, കണ്ണിന് രോഗങ്ങൾ വരാനും കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ വരാനും തലവേദനയൊക്കെ വരാനും ഒക്കെ കാരണമാകുന്നു. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, ഉലുവയുടെ ആ വീര്യം അല്ലെങ്കിൽ ആ തീഷ്ണത കുറയാൻ അതിന് നമ്മളൊരു ഫാറ്റ് മീഡിയം അല്ലെങ്കിൽ പാലിൽ അരച്ച് തേക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറയാറുള്ളത്. അത് നമുക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ, അതായത് ഒന്നരാടം ദിവസങ്ങളിൽ നമുക്കൊരു 3 ആഴ്ച വരെയൊക്കെ നമുക്ക് തുടരെ ഉപയോഗിക്കാം. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഫംഗൽ ഗ്രോത്തും അല്ലെങ്കിൽ ഫംഗൽ ലോഡൊക്കെ കുറയ്ക്കാൻ അതിന് ആഹാര ക്രമീകരണവും അതുപോലെയുള്ള നമ്മുടെ ഹെയർ ഹൈജീനും ഒക്കെ നോക്കിക്കൊണ്ട് നമ്മൾ അപ്പോഴത്തേക്കും ഈ ഉലുവയുടെ ആക്ഷനും ഒക്കെ കൊണ്ട് ഈ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി, ഉലുവയുടെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയൊക്കെ കൊണ്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ മാറുകയും അപ്പോൾ അതിനുശേഷം ഇത് തുടരേണ്ടതായ ആവശ്യമൊന്നും വരാതിരിക്കും. പിന്നെ കുറച്ചുകൂടെ സിവിയറായൊരു ഫംഗൽ ലോഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് മോരിൽ, അതായത് ആ ഫാറ്റ് മാറാത്ത മോരിൽ അരച്ച് തേക്കാൻ പറയാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ ഈ മോരെന്ന് പറയുന്നത് പാലിനേക്കാട്ടിലും കുറച്ചുകൂടെ ഒരു തീക്ഷ്ണമായതുകൊണ്ട് നമ്മളതൊരു ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുക. എന്നാൽ ഒരു 3 ആഴ്ച വരെയൊക്കെ തന്നെ തുടർന്നുകൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യാനാണ് പറയുക. ഇനി കുറച്ചുകൂടെ ഒരു പൊട്ടൻഷ്യൽ കൂടിയ, ഇപ്പോൾ നാരങ്ങാ നീരിലൊക്കെ അരച്ച് തലയിൽ തേക്കുന്നവരുണ്ട്, നല്ല താരനാണ്. അപ്പോൾ ഉലുവയും നാരങ്ങാ നീരിൽ അല്ലെങ്കിലൊക്കെ അരച്ച് തലയിൽ തേക്കുന്നവരുണ്ട്. അതും നിത്യേന ഉപയോഗിക്കുന്ന വളരെ ദോഷകരമായ ഒന്നാണ്. അത് ആഴ്ചയിൽ 1 തവണയൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിനകത്ത് നമ്മൾ അതായത് ഉള്ളിലേക്ക് ഉലുവയുടെ പ്രയോഗങ്ങളുണ്ട്. ഉള്ളിലേക്ക് നമ്മൾ ഒറ്റമൂലി പ്രയോഗം പോലെ പലരും ഉപയോഗിക്കുന്നതാണ് പ്രമേഹത്തിന്, അതായത് ഡയബറ്റിസിന് ഉലുവയുടെ ഉപയോഗം. അത് ഉലുവയിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഉലുവ പൊടിച്ച് കറികളിൽ ചേർക്കുക, അല്ലെങ്കിൽ ഉലുവ പൊടിച്ച് കഴിക്കുക എന്നൊക്കെയുള്ള പല പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഉലുവയുടെ ഡയബറ്റിക് അല്ലെങ്കിൽ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും നമ്മൾക്കറിയാം, ഈ ഷുഗറുള്ള അല്ലെങ്കിൽ പ്രമേഹമുള്ള പലരിലും ഈ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയോടൊരു വലിയൊരു അഫിനിറ്റി, പഞ്ചസാര കാണുമ്പോൾ അല്ലെങ്കിൽ ആരും കാണാതെ എടുത്ത് കഴിക്കുക, ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് അവർക്ക് ഈ ഷുഗർ കൺട്രോൾ ചെയ്ത് പോകാൻ, ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റാണ്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ അഫിനിറ്റിയെ കുറയ്ക്കാൻ വലിയൊരു റോള് ഈ ഉലുവയ്ക്കുണ്ട്.
ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾക്ക് ഷുഗർ അഫിനിറ്റി കുറയുന്നു. അതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇൻറ്റസ്റ്റിനൽ അബ്സോർപ്ഷൻ കുറയ്ക്കാനും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഷുഗറിൻ്റെ ലെവൽ നമ്മൾ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു ഹൈപ്പോഗ്ലൈസീമിക് ആക്ഷൻ നല്ല രീതിയിൽ നമുക്ക് ഉലുവയിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എത്ര അളവ് വരെ കഴിക്കാം എന്നൊക്കെ സംശയമുണ്ട്. അപ്പോൾ നമുക്കൊരു മാക്സിമം ഒരു 5 ഗ്രാമൊക്കെയാണ് നമ്മൾ ഒരു ദിവസം ഡെയിലി കഴിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഷുഗറിൽ വളരെ അധികം, അതായത് വളരെ ഒരുപാട് നാളായിട്ട് നിൽക്കുന്ന ഷുഗർ പേഷ്യൻസ് ഉണ്ട്. അവർക്ക് ഈ ക്രോണിക് അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഈ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ കണ്ണിന് വരുന്ന റെറ്റിനോപ്പതി, കിഡ്നിയിലൊക്കെ വരുന്ന നെഫ്രോപ്പതി പോലെയുള്ള കണ്ടീഷൻസ് ദീർഘകാലമായി ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഇത് വരാതിരിക്കാൻ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് എന്ന രീതിയിലും നമുക്ക് ഈ ഉലുവ ഉപയോഗിക്കാൻ പറ്റും. ഈ ഉലുവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. ഉലുവ വെറുതെ പച്ചയ്ക്ക് അരച്ച് കഴിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മുടെ പാലറ്റബിലിറ്റി അതുമല്ല, അതിൻ്റെ ഒരു അബ്സോർപ്ഷനൊക്കെ കുറച്ചുകൂടെ കിട്ടുന്നത് ഉലുവ വറുത്ത് പൊടിച്ച് കഴിക്കുന്നതിലാണ്. അപ്പോൾ വറുത്ത് പൊടിച്ച് ഈ തമിഴ്നാട്ടിലൊക്കെ ഒരു ഉലുവ കാപ്പി എന്ന് പറയുന്നൊരു ശീലമുണ്ട്. അതായത് കട്ടൻ ഇട്ട് അതിൽ ഉലുവ ചേർത്തിട്ട് കുടിക്കുന്ന, അല്ലെ കരിപ്പട്ടിക്കാപ്പി ഇടുന്ന, അതും അതിനകത്ത് ഈ ഉലുവ ഇട്ട് കഴിക്കുന്ന ഒരു രീതിയൊക്കെയുണ്ട്. ഇത് വളരെ ഹെൽത്തിയർ ആയൊരു കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉലുവയിൽ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി, അതായത് നമ്മുടെ ശരീരത്തിലെ ഡീജനറേറ്റീവായ, അതായത് ശരീരത്തിലെ കോശങ്ങൾ നശിക്കുന്നതായിട്ടുള്ള പ്രക്രിയകളെ വളരെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് ഈ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഉലുവയുടെ ഉപയോഗം, അത് നമുക്ക് നിത്യേന ഒരു 5 ഗ്രാം, അതായത് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്നതിൽ വളരെ ഉപകാരം അല്ലെങ്കിൽ വളരെയധികം മെറിറ്റുള്ള ഒരു പ്രയോഗമാണത്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എള്ളുണ്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഈ ഉലുവ ഒരു 5 ഗ്രാം ഒക്കെ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉലുവയും അതുപോലെ അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ 10 ഗ്രാം അല്ലെങ്കിൽ ഒരു 15 ഗ്രാമൊക്കെ വരെ കരിപ്പട്ടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഒരു ഉരുള പോലെ ആക്കി കഴിക്കുന്ന ഒരു രീതിയാണ് സാധാരണ അഡ്വൈസ് ചെയ്യുന്നത്. അത് ഡെയിലി കഴിക്കുന്നത് ഈ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷുഗറിനോടുള്ള അമിത അഫിനിറ്റി കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഉലുവയ്ക്ക് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് കുറയ്ക്കുന്നതിൽ എന്തെങ്കിലും റോളുണ്ടോ, അതല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഉലുവയ്ക്ക് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ അതായത് ഷുഗറിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ്, നമ്മുടെ കുടലിലെ ഇൻറ്റസ്റ്റിനൽ അബ്സോർപ്ഷൻ റേറ്റ് കുറയ്ക്കാനുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഷുഗർ ലോവഡായപ്പോൾ അത് ഫാറ്റായിട്ട് മാറി ബോഡി ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഫാറ്റിൻ്റെ അക്യുമുലേഷനെ അല്ലെങ്കിൽ ഫാറ്റിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിനെ നമ്മൾ ഉലുവ കഴിക്കുമ്പോൾ അത് കുറയും. ഈ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഉലുവ കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്തുണ്ടാകുന്ന വാദത്തിൻ്റെ അല്ലെങ്കിൽ വായു കോപത്തിനെ നമുക്ക് ശമിപ്പിക്കുവാനും അതുപോലെ തന്നെ മലബന്ധമൊക്കെ ഉണ്ടാവാതെ പ്രോപ്പറായിട്ടുള്ള ഒരു ബവൽ പ്രോപ്പറായിട്ട് നമുക്ക് മോഷനൊക്കെ പ്രോപ്പറായിട്ട് പോവുകയൊക്കെ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഉലുവ. അതുപോലെ ഉലുവയുടെ അളവ് ഒരു ക്രമത്തിൽ കൂടിയാൽ ഒരു ഗ്യാസ്ട്രിക് ഇറിറ്റൻ്റായിട്ടും ഉലുവ മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഒരളവിൽ തന്നെ ഉപയോഗിക്കാൻ നമ്മൾ നിർദ്ദേശിക്കുന്നത്. അപ്പം ഇതുപോലെ ഉലുവയുടെ മറ്റൊരു വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ദീർഘകാലമായിട്ട് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള റുമാറ്റിസം ഉള്ളവർ, അതായത് സന്ധിഗതവാദം എന്നൊക്കെ പറയുന്നത് ജോയിൻറ്റിനുള്ള ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള രോഗമുള്ളവർക്ക് ഈ ഉലുവയുടെ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഉലുവ വറുത്തു പൊടിച്ചതും കരിപ്പൊട്ടിയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ കൊടുക്കുന്നത് അവരുടെ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉലുവയുടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ജോയിൻറ്റ് വളരെ ഷേപ്പ്ലെസ് ആയി മാറുക അല്ലെങ്കിൽ വികൃത രൂപത്തിലേക്കൊക്കെ മാറുന്ന റുമാറ്റിസം പോലെയുള്ള കണ്ടീഷൻ്റെ പ്രോഗ്രഷൻ്റെ സ്പീഡ് കുറയ്ക്കാനും അതിനെ ഒരു പ്രിവെൻഷൻ എന്ന രീതിയിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ പ്രയോഗം. അതായത് ഈ പണ്ട് കാലത്തൊക്കെ ഈ ഗുസ്തിയൊക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെ ഈ മസിലൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ മസിൽ നല്ല ഫോംഡ് ആയിട്ടിരിക്കാൻ അവരുടെ മറ്റ് എക്സസൈസുകളും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം പുറമേയുള്ള തൈലപ്രയോഗങ്ങളോടൊപ്പം ഉള്ളിലേക്ക് അവർ ഉപയോഗിക്കുന്ന ഒരു ഔഷധ പ്രയോഗമുണ്ട് ഉലുവ വെച്ചിട്ട്. അതായത് ഉലുവ, നേരത്തെ പറഞ്ഞ കരിപ്പെട്ടി, അതുപോലെ കരിപ്പെട്ടി അഥവാ ചക്കര, അതുപോലെ ഉണക്കലരിയുടെ തവിട്, ഇത് ചേർത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒരു എള്ളുണ്ടയൊക്കെ പോലെ ഒരു ഉരുളയൊക്കെ ഉണ്ടാക്കി സേവിക്കുന്ന ഒരു ഔഷധ രീതി പ്രയോഗം പണ്ട് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മസ്കുലാർ ഡിസ്ട്രോഫി പോലെയുള്ള കണ്ടീഷൻസൊക്കെ വരുമ്പോൾ അതിനൊക്കെ നമുക്ക് നിത്യേന ഉപയോഗിക്കുന്ന ഒരു പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ ഒരു റിജുവിനേറ്റീവ് കൺസെപ്റ്റിൽ വെൽനെസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധ പ്രയോഗം കൂടെയാണ് ഉലുവയുടേത്.
അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ റുമാറ്റിസം പോലെയുള്ള, അതായത് സന്ധിഗതവാദം പോലെയുള്ള അല്ലെങ്കിൽ വാതരോഗങ്ങളിൽ പലപ്പോഴും പേഷ്യൻസിന് വിശപ്പില്ലായ്മ ഒരു വലിയൊരു പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലം പോകാനുള്ള പ്രയാസം, ഇതുമൊക്കെ അനുബന്ധമായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഉലുവയുടെ പ്രയോഗത്തോടൊപ്പം, ഉലുവയ്ക്കൊരു മലമയഞ്ഞു പോകാൻ സഹായിക്കുന്നതിനോടൊപ്പം ഈ പറഞ്ഞ വാദശമനത്തിനും ഒരു റോളുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം വിശപ്പില്ലായ്മയും കൂടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കരിപ്പെട്ടി, ഉലുവ എന്നതിനോടൊപ്പം തൃകടു, അതായത് ചുക്ക്, കുരുമുളക്, തിപ്പലി, ഇതിൻ്റെ ഇതും കൂടെ സമമല്ല, ഇത് ഒരു ചെറിയ അളവിൽ ചേർത്ത് ഉരുളയുണ്ടാക്കി കഴിക്കാനാണ് പറയുക. ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ കുരുമുളക് അല്ലെങ്കിൽ പൊടിച്ച് ചേർത്ത് കഴിക്കാൻ, അല്ലെങ്കിൽ ചുക്ക്, കുരുമുളകൊക്കെ പൊടിച്ച് ചേർത്ത് വിശപ്പും കൂടെ അതിനെ ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റിയെ കൂടെ മുകളിലോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ഉലുവയുടെ ഉപയോഗം കണ്ടിന്യൂസ് ആയിട്ട് എത്ര നാൾ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, ഇത് നിത്യേന ഉപയോഗിക്കുന്ന ഈ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ആഹാര രൂപേണ ഉപയോഗിക്കുന്നതിന് സമമാണ്. ഇതുകൊണ്ട് ദോഷമുണ്ടാവില്ല, പകരം നല്ല ഒരു നമുക്ക് ക്ലിയറായിട്ട് യൂസ് ചെയ്ത് പോകാവുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മുടെ വിശപ്പ് അസസ് ചെയ്തിരിക്കണം. അതുപോലെ കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഡയറിയോ പോലെയുള്ള അവസ്ഥ ഉള്ളപ്പോൾ നമ്മളിത്, കാര്യം ഒരു ഗ്യാസ്ട്രിക് ഇറിറ്റേറ്റ് എന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആ സമയങ്ങളിൽ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. കൂടുതൽ വൈദ്യനിർദ്ദേശത്തോടു കൂടി, ഡോക്ടറിൻ്റെ അറിവോടുകൂടി തന്നെ ഇതിൻ്റെ പ്രയോഗം നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ നമുക്ക് പറയാനുള്ളത്, ഈ പ്രത്യേകിച്ച് ഈ ഷുഗർ പേഷ്യൻസിന് ഇടയ്ക്ക് വരുന്നൊരു സംഭവമാണ് ഹൈപ്പോഗ്ലൈസീമിയ. അത് പെട്ടെന്ന് തന്നെ അവരുടെ ഷുഗർ ലെവൽ അനിയന്ത്രിതമായിട്ട് താഴോട്ട് പോവുക. അപ്പോൾ ഈ സമയത്തും നമ്മൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ, അതായത് സാധാരണ ഒരു ഹൈപ്പോഗ്ലൈസീമിയൊക്കെ വരുമ്പോൾ സ്റ്റോർഡ് ഫാറ്റ്, നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് മോളിക്യൂളാണ് തിരിച്ച് നമ്മുടെ ബോഡി തന്നെ അതിനെ ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നത്. പക്ഷേ ഈ ഒരു പ്രക്രിയ നടക്കാൻ നമ്മുടെ ഉലുവ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈപ്പോഗ്ലൈസിമിയൊക്കെ അടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഇടയ്ക്ക് വരുന്ന പേഷ്യൻസ് ആണെങ്കിലും നിത്യേനയുള്ള ഉലുവയുടെ ഉപയോഗം നമ്മൾ നിയന്ത്രിച്ച് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ പേനിൻ്റെ ശല്യത്തിന് തലയിൽ ഉലുവ തേച്ചാൽ പ്രയോഗമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒ പിയിൽ വരുമ്പം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർട്ടി അല്ലാതെ, പ്രത്യേകിച്ചൊരു പെയിനിനെ കളയാനൊന്നും അങ്ങനെ ഉലുവയ്ക്ക് ഒരു പ്രത്യേക നേച്ചറൊന്നുമില്ല. അത് പിന്നെ ഇതിൻ്റെ ഒരു ഇറിറ്റൻ്റ്, അതായത് തലയിൽ തേച്ച് വയ്ക്കുമ്പോൾ ആ ഇറിറ്റേഷൻ കൊണ്ട് പെയിൻ പോയാലുള്ളതേ ഉള്ളൂ. എങ്കിൽ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നീട് ഇത് നിത്യേന നമ്മൾ ഈ പറഞ്ഞ ഒരു പീരീഡ് ഓഫ് ടൈമിൽ കൂടുതലൊക്കെ ഉപയോഗിക്കുന്നത് തീഷ്ണത കൂടുതൽ കൊണ്ട് തന്നെ അകാല നര വരാനും അതുപോലെ കണ്ണിന് കംപ്ലൈൻറ്റ് വരാനും ഒക്കെ ഒരു കാരണമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം ഒരു രസായന വീര്യമുള്ള ഒരു ദ്രവ്യമാണ് നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കാവുന്ന, അടുക്കളയിലുള്ള ഒരു വലിയ മൂല്യമുള്ള മൂല്യമുള്ള ഒരു ദ്രവ്യം കൂടിയാണ്. ഇതുപോലെ ആരോഗ്യപരമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായവും മറ്റും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.